ആ കാഴ്ചപ്പാടുകൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടല്ല, അത് ചെയ്തുകൊണ്ടായിരുന്നു അതൊക്കെ രാജ്യത്തിന് മുൻപിൽ, ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഇന്ന് ആ കാഴ്ചപ്പാടുകൾക്കനുസൃതമായിട്ടാണോ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ മുന്നോട്ട് പോകുന്നത്? അതിന്റെ ഒരു നിലവിലത്തെ ഒരു അവസ്ഥയെ നമ്മൾ എങ്ങനെയാണ് നോക്കിക്കണ്ടത്? അല്ല, ആ ഉദാരവൽക്കരണ നയത്തിൻ്റെ മറ്റൊരു രൂപമാണ് ഇപ്പം നടക്കുന്നു എന്നുള്ളതുള്ളൂ. കുറച്ചുകൂടെ ഫാസ്റ്റർ ആയിട്ടുള്ള എല്ലാ മേഖലകളിലേക്കും കടന്നു പോയിട്ടുള്ള ഒരു നയമാണ്. ഓഹരി വിൽപ്പന എന്ന് പറയുന്നത് മൻമോഹൻ സിംഗിൻ്റെ സമയത്തല്ല തുടങ്ങിയത്, അത് നരസിംഹറാവുവിൻ്റെ സമയത്ത് തുടങ്ങിയതല്ല, അത് വാജ്പേയി സർക്കാരിൻ്റെ സമയത്ത് വന്നതാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ മേഖലകളിലേക്കും അതിൻ്റെ മറ്റൊരു ഗ്രേഡിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു തലത്തിലേക്ക് ഈ ഉദാരവൽക്കരണത്തെ കൊണ്ടുപോയി മറ്റ് സർക്കാരുകൾ എന്നുള്ളതാണ്. ഒരു സർക്കാരും പിന്നീട് വന്നത് അതിൽ നിന്ന് പിന്നോട്ട് പോവുകയോ അല്ലെങ്കിൽ പഴയ സോഷ്യലിസ്റ്റ് എക്കണോമിയിലേക്ക് പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല. എല്ലാവരും ഉദാരവൽക്കരണ നയത്തിൽ തന്നെ നിൽക്കുന്നത്. മൻമോഹൻ സിംഗ് രാജ്യത്തെ കൊള്ളയടിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഇടതുപക്ഷ പാർട്ടികൾ ഭരിച്ചിരുന്ന സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഇപ്പോഴും ഇത്തരം ഉദാരവൽക്കരണ നയം പിന്തുടർന്ന് തന്നെയാണ് പോകുന്നത്. അതിന് യാതൊരു മാറ്റമില്ല. എന്തെങ്കിലും മാറ്റം അതിലുണ്ടായിട്ടുണ്ടെന്ന് ആർക്കും പറയാൻ കഴിയില്ല. എല്ലാ സംസ്ഥാനങ്ങളിലും ഇതൊക്കെ തന്നെയാണ്. വിദേശ മൂലധനം കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് ആത്യന്തികമായി ഉദാരവൽക്കരണം കൊണ്ട് ഉദ്ദേശിച്ചത്. ആ വിദേശ മൂലധനം കൊണ്ടുവരാൻ തന്നെയാണ് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഇപ്പോഴും ശ്രമിക്കുന്നത്. അതിന് മറ്റെന്തെങ്കിലുമൊക്കെ സെമാൻറ്റിക്സ് പറഞ്ഞുകൊണ്ടുള്ള പിന്നെ ഒരു കാര്യങ്ങൾ പറയുന്നു എന്നുള്ളതല്ലാതെ ഉദാരവൽക്കരണ നയത്തിൽ നിന്നും ഇനി പിന്നോട്ട് പോകാൻ ഈ രാജ്യത്തിന് കഴിയില്ല. ഒരു സംസ്ഥാനങ്ങൾക്കും വ്യക്തിപരമായി കഴിയാത്തൊരു സാഹചര്യം. അപ്പോൾ മൻമോഹൻ സിംഗ് തുടങ്ങി വെച്ച കാര്യങ്ങളുടെ മറ്റൊരു തലത്തിലേക്ക് ഇപ്പോൾ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മുന്നോട്ട് പോകുന്നു എന്ന് മാത്രമേ നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ പറയാൻ കഴിയുള്ളൂ. മറ്റൊന്ന്, നേരത്തെ പറഞ്ഞ പോലെയുള്ള രാഷ്ട്രീയമായ അദ്ദേഹത്തിൻ്റെ ഒരു സ്വാധീനം, ഒരു പ്രധാനമന്ത്രി എന്നുള്ള നിലയ്ക്ക് എത്രത്തോളം അദ്ദേഹത്തിൻ്റെ ആ ഒരു പവർ അവിടെ അസേർട്ട് ചെയ്തിരുന്നു എന്നുള്ളതാണ്. അതിന് പല കാരണങ്ങളുണ്ടായിരുന്നു. അത് ഇപ്പോൾ BJP ആരോപിക്കുന്ന, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരോപിക്കുന്ന തരത്തിലുള്ള ചില ബാഹ്യശക്തികളുടെ വലിയ തോതിലുള്ള നിയന്ത്രണം അന്നത്തെ സർക്കാരിന് മുകളിലുണ്ടായിരുന്നു. അത് സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള നാഷണൽ അഡ്വൈസറി കൗൺസിലിൻ്റെ സ്വാധീനം വലിയ തോതിൽ ആ സർക്കാരിനെ ബാധിച്ചിരുന്നു. ഒരുപക്ഷെ ഗാന്ധി കുടുംബത്തിൻ്റെ അപ്രമാദിത്വം സ്വാഭാവികമായിട്ടും കോൺഗ്രസിനെ എന്നും ബാധിക്കുന്ന ഒരു വിഷയമാണ്. അത് അന്ന് ആ ബില്ലുമായി ബന്ധപ്പെട്ട്, അതായത് ഈ കുറ്റവാളി എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അന്ന് മുതൽ അയോഗ്യത പ്രവർത്തിക്കുമെന്നുള്ളത്, അത് ഒഴിവാക്കാൻ വേണ്ടി ലാലു പ്രസാദ് യാദവിനെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു ബില്ലാണ്. ആ സുപ്രീം കോടതി വിധി മറികടക്കാൻ കൊണ്ടുവന്ന ബില്ലാണ് രാഹുൽ ഗാന്ധി പ്രസ് ക്ലബിൽ വെച്ച് കീറിക്കളഞ്ഞത്. അന്ന് മൻമോഹൻ സിംഗ് വിദേശത്തായിരുന്നു. വിദേശത്തിരിക്കുന്ന സമയത്ത്, ഇന്ത്യൻ പ്രധാനമന്ത്രി വിദേശത്തിരിക്കുന്ന സമയത്ത് സർക്കാർ കൊണ്ടുവരുന്ന ഒരു ബില്ല് ആ പാർട്ടിയുടെ തന്നെ ഉന്നതനായ ഒരു നേതാവ് പ്രസ് ക്ലബിൽ വെച്ച് വലിച്ചു കീറി എന്നുള്ള ആരോപണം ഇന്നും കോൺഗ്രസ് നേരിടുന്നത് അതുകൊണ്ടാണ്. മൻമോഹൻ സിംഗ് എന്നുള്ള രാഷ്ട്രീയ നേതാവിന് അവിടെ ഒരു അസേർട്ട് ചെയ്യാൻ കഴിയില്ല. അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് വളരെ തീർത്തും ദുർബലമായിരുന്നു എന്നുള്ള ഒരു കാഴ്ചയാണ് മൻമോഹൻ സിംഗ് നേരിട്ടത്. ആ ഒരു ആരോപണമാണ് അന്ന് മൻമോഹൻ സിംഗ് നേരിടുന്നത്. അത് ഒരുപക്ഷെ ശരിയായിരുന്നിരിക്കാം. കോൺഗ്രസിൻ്റെ എല്ലാ പ്രധാനമന്ത്രിമാരുടെ ഓഫീസും വളരെ ശക്തമായിരുന്നു. അത് ഇന്ദിരാഗാന്ധി എടുത്തായിരുന്നാൽ ശരി, അതിനുശേഷം വന്നിട്ടുള്ള കോൺഗ്രസിൻ്റെ നരസിംഹറാവുവിൻ്റെ, രാജീവ് ഗാന്ധിയുടെ സർക്കാരിൻ്റെ ആണെങ്കിൽ വളരെ അപ്രമാദിത്വം ഉണ്ടായിരുന്ന ഒരു PMO ആയിരുന്നു, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസായിരുന്നു. തുടർന്ന് വന്ന രാഹുൽ ഗാന്ധിയുടെ നരസിംഹറാവുവിൻ്റെ സർക്കാരിലും സമാനമായ തരത്തിൽ തന്നെയായിരുന്നു. പ്രധാനമന്ത്രിയുടെ ഓഫീസ് വളരെ ശക്തമായിരുന്നു. പക്ഷേ മൻമോഹൻ സിംഗിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അത്രത്തോളം ശക്തമായി അദ്ദേഹത്തിന് തൻ്റെ അധികാരം പ്രയോഗിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ അഴിമതി ആരോപണങ്ങൾ വന്നപ്പോൾ വലിയ തോതിൽ പതറിപ്പോയത്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 2G ഇടപാടുമായി ബന്ധപ്പെട്ട വലിയ ആരോപണങ്ങൾ വന്നപ്പോൾ DMK-ക്കെതിരെ ശക്തമായ നടപടിയെടുക്കാൻ അന്ന് PMOക്ക് കഴിഞ്ഞില്ല, അല്ലെങ്കിൽ പ്രധാനമന്ത്രി കഴിഞ്ഞില്ല എന്നുള്ളത്. അല്ലെങ്കിൽ DMK-യിൽ നിന്നും രാജയെ ഒഴിവാക്കി നിർത്താനുള്ള ഒരു സാഹചര്യം പോലും ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. ഇത് വളരെ വഷളായി സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇതിൽ വലിയ തോതിലുള്ള ഇടപെടലുകൾ വരുന്ന ഒരു ഘട്ടത്തിൽ മാത്രമാണ് രാജയെ ഒഴിവാക്കാനുള്ള തീരുമാനം പോലും അന്ന് എടുക്കാൻ സാധിച്ചത്. അപ്പോഴേക്കും വളരെ വൈകിയിരുന്നു. ഈ അഴിമതി എന്നുള്ളൊരു വലിയ വിഷയമായി മാറിയിരുന്നു. ആ അഴിമതി വിഷയം എന്നുള്ളത് ഒരുപക്ഷെ പിന്നീട് അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിൻ്റെ ഉദയത്തിന് വഴിവെച്ച രാംലീല മൈതാനിയിലെ ധർണയിലേക്കും ആ ദിവസങ്ങൾ നീണ്ടുനിന്ന അണ്ണാ ഹസാരയുടെ സത്യാഗ്രഹത്തിനുമൊക്കെ വഴിവെച്ചത് ഈ അഴിമതി ആരോപണങ്ങളായിരുന്നു. അപ്പോൾ അവിടെ ആ ഒരു നിയന്ത്രണം, പ്രധാനമന്ത്രിയുടെ ഓഫീസ് എന്നുള്ള നിലയ്ക്ക് മന്ത്രിമാരെ തീരുമാനിക്കാനും മന്ത്രിമാരെ ഒഴിവാക്കാനുമുള്ള അധികാരം പ്രയോഗിക്കാൻ മൻമോഹൻ സിംഗിന് കഴിഞ്ഞില്ല എന്നുള്ള വലിയ ആരോപണമാണ് അദ്ദേഹം ഇപ്പോഴും നേരിടുന്നത്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം നടന്ന ആ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചർച്ചയിലും എടുത്തു പറഞ്ഞത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതാണ്. എന്തുകൊണ്ട് അന്ന് പ്രധാനമന്ത്രി എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് അതിന് കഴിഞ്ഞില്ല എന്നുള്ളത് മാത്രമല്ല, അന്ന് ആ ബില്ല് വലിച്ചു കീറുന്നത് ആർക്ക് വേണ്ടിയായിരുന്നു? ആ ബില്ല് ആർക്ക് വേണ്ടിയാണോ സർക്കാർ തയ്യാറാക്കിയത്, ആ മനുഷ്യൻ ഇന്ന് നിങ്ങളുടെ മാർഗനിർദ്ദേശക മണ്ഡലിലാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ഉപദേഷ്ടാവാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള രാഷ്ട്രീയമായ പ്രശ്നങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ മൻമോഹൻ സിംഗ് എന്ന് പറയുന്നത് ഒരുപക്ഷെ രാജ്യം കണ്ട ഏറ്റവും സൗമ്യനായ, ഏറ്റവും മികച്ച ഭരണാധികാരി തന്നെയായിരുന്നു.
ആയിരുന്നു രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി പിടിച്ചു നിർത്തിയ സ്ഥിരതയിൽ ഉണ്ടാക്കിയ ഒരു നേതാവ്. ഒരുപക്ഷെ ലോക നേതാക്കളുമായുള്ള അദ്ദേഹത്തിന്റെ ആത്മബന്ധം കൂടി നമ്മൾ ഒരുപക്ഷെ ഓർത്തെടുക്കേണ്ടതാണ് ഈ ഘട്ടത്തിൽ. ഒരുപക്ഷെ എല്ലാ ആ സമയത്തെ ലോക നേതാക്കളുമായി അദ്ദേഹം പുലർത്തിയ ഒരു വ്യക്തിപരമായ ബന്ധമുണ്ട്. ഇപ്പം എ പ്രോമിസ് ലാൻഡിൽ ബരാക് ഒബാമ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന ചില വാചകങ്ങളുണ്ട്. ഇരുവരും തമ്മിലുള്ള ഊഷ്മളമായ ബന്ധത്തെക്കുറിച്ച് അത്രമേൽ വൈകാരികമായുള്ള വരികളാണ് ഒബാമ ആ പ്രോമിസ് ലാൻഡിൽ എഴുതിയിരിക്കുന്നത്. അത്രമേൽ ഇഴയെടുപ്പം ഉണ്ടായിരുന്നു രണ്ടുപേർക്കുമെന്ന് വ്യക്തമാക്കുന്ന വാക്കുകൾ. ബുദ്ധിശാലിയാണ്, ചിന്താശക്തിയുള്ള നേതാവ്, ശ്രദ്ധാലുവും സത്യസന്ധനും അസാധാരണമായ ജ്ഞാനവും മര്യാദയുമുള്ള മനുഷ്യനെന്നൊക്കെയാണ് ബരാക് ഒബാമ ഡോക്ടർ മൻമോഹൻ സിംഗിനെ വിശേഷിപ്പിച്ചത്. അനിയ, ഏറ്റവും വലിയ സാമ്പത്തിക ഉച്ചകോടി എന്ന് പറയുന്നത് G20 ആണ്. അതിൻ്റെ 2 എണ്ണം ഞാൻ കവർ ചെയ്തിട്ടുള്ള ഒരാളാണ്. മെക്സിക്കോയിലും അതോടൊപ്പം തന്നെ ബെർലിനിലും നടന്നത്. ഈ 2 ഇടത്തും മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ അല്ലെങ്കിൽ പ്രധാനമന്ത്രിക്ക് ലഭിച്ചിട്ടുള്ള സ്വീകാര്യത ഞാൻ കണ്ടിട്ടുള്ള ആളാണ്. ബരാക് ഒബാമ ഉപയോഗിച്ച വാക്ക് അതിനേക്കാൾ നല്ലത് വൈസ് മാൻ ഓഫ് ദ ഈസ്റ്റ് എന്നുള്ളതാണ്. അതായത് കിഴക്കിൻ്റെ ഏറ്റവും വയസ്സായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഏറ്റവും വലിയൊരു വൈസ് മാൻ ആണ് എന്നുള്ള തരത്തിലാണ് അദ്ദേഹം അന്ന് മൻമോഹൻ സിംഗിനെ വിശേഷിപ്പിച്ചത്. അതായത് ആ സമയത്ത് സാമ്പത്തികമായി ലോകം തന്നെ ആഗോളതലത്തിൽ വലിയ തോതിൽ പ്രതിസന്ധി നേരിടുന്ന ഒരു ഘട്ടത്തിലാണ് മൻമോഹൻ സിംഗിൻ്റെ ഉപദേശങ്ങൾ സ്വീകരിക്കാൻ ഇവരെല്ലാവരും തയ്യാറായത്. ഒരുപക്ഷെ അന്ന് രാജ്യം വലിയ തോതിലുള്ള സാമ്പത്തിക അസ്ഥിരതയൊന്നും നേരിട്ടിരുന്നില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. ലോകത്താകമാനം തന്നെ സാമ്പത്തിക രംഗം വഷളായപ്പോഴൊന്നും തന്നെ ഇന്ത്യയിൽ അത്തരത്തിൽ വലിയ തോതിലുള്ള ഒരു പ്രത്യാഘാതം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് നമ്മൾ കാണണം. അപ്പോൾ ലോക രാഷ്ട്രങ്ങൾക്ക് മുന്നിൽ മൻമോഹൻ സിംഗിന് വലിയ സ്വീകാര്യത ഉണ്ടായിരുന്നു. പക്ഷേ അതോടൊപ്പം തന്നെ ലോക രാഷ്ട്രങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങളും അദ്ദേഹം നേരിട്ടു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് ആണവ കരാറുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ആണവ കരാർ എന്നുള്ളത് ഒരു പക്ഷേ മൻമോഹൻ സിംഗിനെതിരെ വ്യക്തിപരമായ ആക്രമണങ്ങൾക്ക് വരെ വഴിവെച്ചത് അദ്ദേഹത്തിൻ്റെ ഒരു പരാമർശമാണ്. ജോർജ് ബുഷിനെ ചേർത്ത് നിർത്തി അദ്ദേഹം പറഞ്ഞത് ഇന്ത്യൻസ് ലവ് യു എന്നൊരു വാക്ക് അദ്ദേഹം പറഞ്ഞു, അല്ലെങ്കിൽ ഇന്ത്യക്കാർ താങ്കളെ വളരെയധികം സ്നേഹിക്കുന്നു എന്നുള്ളൊരു പരാമർശം